ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിച്ചതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുറഹിമാൻ. കോഴിക്കോട് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ അരങ്ങിൽ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7000-ഓളം അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിലും DO അടിസ്ഥാനത്തിലും അവിടെ എത്ര കുട്ടികൾ SSLC പാസ്സാകുന്നുണ്ടോ അവർക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ആവശ്യമായ സീറ്റുകൾ ഉണ്ടാവണം. ആ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഒരു ക്രമീകരണം കൊണ്ടുവരണം ഈ +1 സീറ്റുകളുടെ കാര്യത്തിൽ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ലക്ഷ്യമിടുന്നത്. പക്ഷെ ഇത്തവണ നിങ്ങൾക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയ അധ്യയന വർഷമായി. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പ് എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പുതിയ ബാച്ചുകളും അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ആകുമ്പോൾ അതിന് വേണ്ട ഹോംവർക്കുകൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ചെയ്യാൻ കഴിയുന്നത് സീറ്റുകളുടെ കുറവുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പൊ വിവിധ ജില്ലകളിൽ കുറവുണ്ട്. അതിൽ പ്രധാനമായും മലപ്പുറത്തുണ്ട്, പാലക്കാട്ടുണ്ട്, കോഴിക്കോട്ടുണ്ട്, കാസർഗോഡുണ്ട്. ഇതാണ് ഗണ്യമായ രീതിയിൽ കുറവുള്ള ജില്ലകൾ. ആ ജില്ലകൾക്ക് ആവശ്യമുള്ള അത്രയും ഇപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ല. ഒരു 120 ബാച്ച് പുതുതായി ആരംഭിക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനമെടുത്തു, ക്യാബിനറ്റ് തീരുമാനം. താൽക്കാലിക ബാച്ച് അല്ല, എന്നാലും അതിലൊരു അഡ്രസ് ചെയ്യാം ആ വിഷയത്തെ. ഒരു 6,000-7,000 സീറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയതിപ്പോ കിട്ടും. കഴിഞ്ഞ വർഷമില്ലാത്ത 7,000-ൽ പരം സീറ്റുകൾ ഈ 120 ബാച്ചിലൂടെ, ഒരു ബാച്ചിൽ 60 കുട്ടികളാണ്, ഈ 120 ബാച്ചിലൂടെ ഇത്തവണ കിട്ടും. അപ്പൊ അത്രയും കുട്ടികൾക്ക് ആ സൗകര്യമായല്ലോ. അതിന് സയൻസ് ബാച്ച് അടക്കമുണ്ടോ? എല്ലാം ഉണ്ട്. സയൻസ് കൊടുക്കാവുന്ന സ്കൂളുകളിൽ സയൻസ് കൊടുക്കും. സയൻസ് കൊടുക്കുമ്പോൾ ലാബിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നിലവിൽ സയൻസ് ബാച്ച് ഉള്ളിടത്തെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുറഹിമാൻ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണോദ്ഘാടനം ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത പഠനത്തിനുള്ള പരിശീലനങ്ങളും ധനസഹായവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സപ്ലൈനിൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഭവന പദ്ധതികൾ ലൈഫിൽ ചേർത്തതിന് ശേഷം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പലർക്കും വീടുകൾ കിട്ടുന്നില്ല, മുൻഗണന കിട്ടുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതിയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സപ്ലൈ നമുക്ക് തന്നത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കണമെന്ന് കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അതും പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിൽ ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് സുരക്ഷാ ബോട്ടുകൾ വാങ്ങുന്നതിന്, അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്വതന്ത്രമായി ഒരു ഫണ്ട് ബഡ്ജറ്റിൽ അനുവദിച്ച് തരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ
തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിഹരിക്കുന്നു അല്ലെങ്കിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കോഴിക്കോട് സമുദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന നക്ഷത്ര തിളക്കം 2026 ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് പി അബ്ദുൽ മജീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ VP മനോജ്, വാർഡ് കൗൺസിലർമാരായ സരിത, സൗഫിയ, അനീഷ് പണ്ടാരത്തിൽ, പ്രസീല, ലൈല, ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ ചെൽസ സിനി, മത്സ്യബോർഡ് സെക്രട്ടറി S സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനും വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത നേരിടുന്നതിനുമായി പ്രത്യേക വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഉദ്യോഗസ്ഥരുമായുള്ള അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കളക്ടറേറ്റിൽ ജില്ലയിലെ വൈദ്യുതി ഉൽപാദന, പ്രസരണ, വിതരണ മേഖലകളിലെ പ്രശ്നങ്ങളും പുതിയ വികസന ആവശ്യങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ പരിശോധിച്ച് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട MLA-മാരെയും KSEB ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. KSEB-യിലെ പ്രശ്നങ്ങളും വികസന പദ്ധതികളുടെ പുരോഗതിയും കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തുന്നതിന് 3 മാസത്തിലൊരിക്കലാണ് ജില്ലാതല അവലോകന യോഗം സംഘടിപ്പിക്കുക. സംസ്ഥാനം നിലവിൽ നേരിടുന്ന വൈദ്യുതി ദൗർലഭ്യവും വൈദ്യുതി നിയന്ത്രണങ്ങൾക്ക് ഇടയാക്കിയ സാഹചര്യങ്ങളും അനുബന്ധ പ്രശ്നങ്ങളും മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. സമയത്ത് ഒരു പൈസയ്ക്ക് കിട്ടുന്ന 1 യൂണിറ്റ് വൈദ്യുതിക്ക് രാത്രിയിൽ 10 രൂപ കൊടുത്താലും അത് കിട്ടില്ല. 10 രൂപ കൊടുത്താലും സെൻട്രൽ പൂളിൽ നിന്ന് അത് കിട്ടില്ല. 10 രൂപ കൊടുത്താലും. അപ്പൊ ആ സ്കേഴ്സിറ്റി നന്നായിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഒരു പരിധി വരെ മാധ്യമങ്ങൾ വഴി ജനങ്ങളെ ഒരു പരിധി വരെ അറിയിച്ചിട്ടുണ്ട്. അതും സത്യസന്ധമായിട്ട് ആളുകളോട് പറയാൻ സാധിക്കണം. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിനായി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന KSEB ജീവനക്കാരെ മന്ത്രി യോഗത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വൈദ്യുതി പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥർ അതിവേഗം ഇടപെടണമെന്നും ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിവിധ പ്രദേശങ്ങളിലെയും മണ്ഡലങ്ങളിലെയും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ MLA-മാർ മന്ത്രിയെ ബോധ്യപ്പെടുത്തി. നിവേദനങ്ങളും സമർപ്പിച്ചു. കോഴിക്കോട് MP MK രാഘവൻ, വടകര MP ഷാഫി പറമ്പിൽ, MLA-മാരായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, ഫാത്തിമ തഹലിയ, VT സൂരജ്, വിദ്യാ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് K ജയന്ത്, ഫൈസൽ ബാബു, MA റസാഖ്, PK ഫിറോസ്, CK കാസിം, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, KSEB ഉൽപാദന, പ്രസരണ, വിതരണ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. MLA-മാരായ PA മുഹമ്മദ് റിയാസ്, പാറക്കൽ അബ്ദുള്ള എന്നിവരുടെ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നാടകവും അരങ്ങിലെത്തി. വിനയൻ ബേപ്പൂരിന്റെ സംവിധാനത്തിൽ ഉറവ സാംസ്കാരിക വേദി നടുവട്ടമാണ് നാടകം അവതരിപ്പിച്ചത്. ബഷീർ ഫെസ്റ്റിനോടനുബന്ധിച്ച
ആകാശമിട്ടായി സ്മാരകത്തിൽ ഉറവ സാംസ്കാരിക വേദി നടുവട്ടം അവതരിപ്പിച്ച മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം ശ്രദ്ധേയമായി. നാടകത്തിന് ചമയമൊരുക്കിയത് ശ്രീകുമാർ KPയും സംഗീതം നിർവഹിച്ചത് ദക്ഷിൺ രാജീവുമാണ്. ദീപവിധാനം ഗണേഷ് ബാബു മയിൽ, കലാസംവിധാനം പ്രജീഷ് പാറപ്പുറം, സതീഷ് ഇടമുളി, PRO രാജേഷ് O, സ്റ്റിൽസ് സനോഷ്, സാങ്കേതിക സഹായം അനിൽകുമാർ C, ജിനീഷ് PK, കോർഡിനേറ്റർ സ്വരൂപ് ശിവപുരി എന്നിവരും അണിയറയിൽ പ്രവർത്തിച്ചു. നാടകം മികച്ച രീതിയിൽ അവതരിപ്പിച്ചുവെങ്കിലും ചില പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്ന് അനീസ് ബഷീർ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഉച്ചകളിക്കാനായ മന്ദൻ മുത്തപ്പ എക്സ്പ്രഷൻ വരുമ്പോൾ പ്രത്യേകിച്ചും തോൽവിയുടെ ആ ഘട്ടത്തിൽ ആദ്യം ചീട്ടിടുമ്പോൾ വളരെ ഊർജ്ജസ്വലനായ മുത്തപ്പ ആയിരിക്കണം. രണ്ടാമത് ആ ഊർജ്ജം നഷ്ടപ്പെടുകയാണ്. തോറ്റുപോകുമെന്നുള്ള മനസ്സിലൊരു ഭയം വരുന്ന അത് കുറച്ചുകൂടി അതിൽ വരണം, മുഖത്ത് വരണം, കയ്യിൽ ചലനങ്ങൾ വരണം. മൂന്നാമത് ഹതാശയനായ ഒറ്റക്കണ്ണൻ പോക്കരേക്ക് വരണം. ആ ഒരു നിർദ്ദേശം എനിക്കുണ്ട്. നാടകത്തിലെ കഥാപാത്രങ്ങളായ ഒറ്റക്കണ്ണൻ പോക്കരായി രാജീവ് ബേപ്പൂർ, മണ്ടൻ മുത്തപ്പയായി ബൈജുലാൽ പണിക്കർ, മൊയ്തീനായി ഉണ്ണികൃഷ്ണൻ കിടങ്ങത്ത്, നേതാവായി സതീശൻ PM, ന്യായം ഉസ്മാനായി സദു, പത്രാസ് ആയി വിജയൻ P, നായരായി പത്മനാഭൻ OK, നബീസുവായി ബിന്ദു സദാനന്ദൻ, പാത്തുമ്മയായി ശൈല സതീഷ്, സൈനബയായി സ്നേഹ സന്തോഷ്, പൊൻകുരിശു തോമയായി റിജു കല്ലിങ്ങൽ, അന്ത്രുവായി ശിവദാസൻ K, അപ്രന്റീസായി സന്തോഷ് മുതവന എന്നിവരും വേദിയിലെത്തി. കുട്ടി കഥാപാത്രങ്ങൾക്ക് വരുൺ സതീഷ്, സോയ സനോഷ്, ഉണ്ണിമോൾ എന്നിവർ വേഷമിട്ടു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി V. അബ്ദുൽ ഗഫൂർ സന്ദർശനം നടത്തി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. MLA-മാരായ വിദ്യാ ബാലകൃഷ്ണൻ, K. ജയന്ത് എന്നിവരും മന്ത്രിയെ അനുഗമിച്ചു. ഹാർബറുകളിൽ നടപ്പാക്കേണ്ട വികസന പ്രവൃത്തികൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അസൗകര്യങ്ങൾ, തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളോടും ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരോടും ചോദിച്ചറിഞ്ഞ മന്ത്രി പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. ഇവിടെ നമുക്ക് കൂടുതൽ ഇവർക്ക് സൗകര്യങ്ങൾ വേണം, ഇവർക്ക് വിശ്രമിക്കാൻ ഉൾപ്പെടെ അതിന് വേണ്ടിയിട്ടാണ് ആ പണം ഉള്ളത്. അത് കൂടാതെ രാവിലെ മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിക്കുന്ന പുനർഗേഹം ഫ്ളാറ്റ് നിർമ്മാണ പ്രദേശം സന്ദർശിച്ച മന്ത്രി പ്രവൃത്തി പുരോഗതികളും വിലയിരുത്തി. തുടർന്ന് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, വെൽഫെയർ ഫണ്ട് ബോർഡ്, മത്സ്യഫെഡ്, KCADC, സാമൂഹിക നീതി വകുപ്പുകളുടെ അവലോകന യോഗങ്ങൾ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ DYFI മൈലാമ്പാടി യൂണിറ്റ് അനുമോദിച്ചു. മേയർ O. സദാശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. DYFI, CPIM നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ DYFI മൈലാമ്പാടി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O. സദാശിവൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DYFI യൂണിറ്റ് പ്രസിഡന്റ് വൈശാഖ് KK അധ്യക്ഷനായിരുന്നു. DYFI ബ്ലോക്ക് സെക്രട്ടറി ഫഹദ് ഖാൻ, DYFI പറയഞ്ചേരി മേഖലാ സെക്രട്ടറി അരുൺ ദിവാകരൻ, മുൻ വാർഡ് കൗൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ, CPIM പറയഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം E. ജയരാജൻ, അനിൽകുമാർ C എന്നിവർ സംസാരിച്ചു. DYFI യൂണിറ്റ് സെക്രട്ടറി അഭിഷേക് PC, അഭിഷേക് പന്തായി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KNM ബേപ്പൂർ ശാഖ പ്രതിഭാ സംഗമവും അവാർഡ് ദാനവും നടത്തി. KNM സൗത്ത് ജില്ലാ സെക്രട്ടറി വളപ്പിൽ അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. കേരള നദ്വത്തുൽ മുജാഹിദീൻ ബേപ്പൂർ ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തു നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനു വേണ്ടി പ്രതിഭാ സംഗമവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. KNM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി വളപ്പിൽ അബ്ദുൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒന്നും നേടാതെ ഒന്നും പൂർത്തിയാക്കാൻ പറ്റാതെ സ്വപ്നങ്ങളുടെ ലോകത്തും സങ്കല്പങ്ങളുടെ ലോകത്തും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പടച്ചും കൊണ്ടുപോകും. അതുകൊണ്ട് ആ മുൻഗാമികളായ ഉലമാക്കളൊക്കെ മരണത്തെക്കുറിച്ച് പാടിയ പാട്ടുകൾ ഇന്നും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വേജാറുണ്ടാക്കും. ഒരു മനുഷ്യന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പാടിയപ്പോ മുൻഗാമികളായ ചില ഉലമാക്കൾ പാടിയൊരു പാട്ടുണ്ട്. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. KNM ബേപ്പൂർ ശാഖ പ്രസിഡന്റ് P കുഞ്ഞിക്കോയ അധ്യക്ഷനായിരുന്നു. K കുഞ്ഞാമുകോയ, P മുഹമ്മദ് ഹനീഫ, TK അബ്ദുൽ ഗഫൂർ, M ആലിക്കോയ, T മുഹമ്മദ് മുനീർ എന്നിവരും സംസാരിച്ചു. ഡോക്ടർ B മുഫീദ്, CT മഷ്ഹൂർ അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. കേരളം പാടുന്നു ദേശത്തിനായി എന്ന സംഗീത പരിപാടി ഓഗസ്റ്റ് 15 കോഴിക്കോട്ട് നടക്കും. 10,000 ഗായകരെ ത്രിവർണത്തിൽ ഇന്ത്യൻ ഭൂപടത്തിന്റെ മാതൃകയിൽ ഒന്നായി പാടി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുന്ന പരിപാടിയാണിത്. പരിപാടിയുടെ റിഹേഴ്സൽ നടന്നു. ഓഗസ്റ്റ് 15 തിരുവനന്തപുരത്ത് 1210 ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോക റെക്കോർഡ് നേടിയ തിരുവനന്തപുരത്തെ പാട്ടിന്റെ കൂട്ടുകാർ എന്ന ചാരിറ്റി സംഗീത സാംസ്കാരിക കൂട്ടായ്മയാണ് കോഴിക്കോട്ട് വിവിധ സാംസ്കാരിക സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ 10,000 ഗായകരുടെ ലോക റെക്കോർഡിനു വേണ്ടി പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രോഗ്രാമിന്റെ പരിശീലന പരിപാടി 4,000-ഓളം ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബീച്ചിലെ കൾച്ചറൽ സ്റ്റേജിൽ നടന്നു. പരിപാടിക്ക് രക്ഷാധികാരി ഡോക്ടർ B വേണുഗോപാലൻ നായർ, ജനറൽ സെക്രട്ടറി പനച്ചമൂട് ഷാജഹാൻ, ഫൗണ്ടർ സെക്രട്ടറി നയാസ് ഇല്യാസ്, ദിനേശ്, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ലക്ഷ്മി, കരുൺ, ഷിബു, രാധാകൃഷ്ണൻ, ഷാനവാസ്, വാനമ്പാടികൾ ഭാരവാഹികളായ അനിതാമ്മ, സരിത പൈ, സുനിതകുമാരി, ഷെറീന, ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സഹകരണ മേഖലയിലെ ഹരിത വിപ്ലവത്തിന് ദി കാലിക്കറ്റ് ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ തുടക്കം. കോഓപ്പറേറ്റീവ് ഗ്രീൻ ഹോം പദ്ധതിയിലൂടെ 110 കുടുംബങ്ങൾ ഹരിത ഭവനമായി മാറും. പദ്ധതിയുടെ ഉദ്ഘാടനം ബിന്നുകൾ കൈമാറിക്കൊണ്ട് ജയന്ത് MLA നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തെയും സുസ്ഥിര ജീവിതശൈലിയെയും സഹകരണ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കിയാണ് ദി കാലിക്കറ്റ് ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ഗ്രീൻ ഹോം പദ്ധതിക്ക് തുടക്കമിട്ടത്.
ബാങ്കിലെ 110ഓളം വരുന്ന ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും വീടുകൾ ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും ജൈവകൃഷിയും ഉൾക്കൊള്ളുന്ന ഹരിത ഭവനങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓരോ വീട്ടിലും ജൈവ അജൈവ പാഴ്വസ്തുക്കൾ ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് ശേഖരിക്കുന്ന സംവിധാനമാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ സ്ഥാപിക്കാനുള്ള വിവിധ നിറങ്ങളിലുള്ള കളർ കോഡ് ബിന്നുകളുടെ വിതരണോദ്ഘാടനം കോഴിക്കോട് നോർത്ത് മണ്ഡലം MLA അഡ്വക്കേറ്റ് കെ ജയന്ത്, AV വിശ്വനാഥൻ, ശ്രീജ VE എന്നിവർക്ക് ബിന്നുകൾ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ബാങ്ക് ചെയർമാൻ B നിർമ്മലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജി M സ്റ്റീഫൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത് ഹരിത ഭവന ആശയവും പാഴ്വസ്തു സംസ്കരണ രീതികളും സംബന്ധിച്ച് പരിശീലന ക്ലാസ് നയിച്ചു. സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ കിഷോർ K ജോസ്, T സതീഷ്, ഉന്നത വിദ്യാഭ്യാസ അഭിയാൻ കോർഡിനേറ്ററും പ്രൊവിഡൻസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ജൂലി E, ബാങ്ക് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് OM ഭരദ്വാജ്, ബാങ്ക് ജനറൽ മാനേജർ E സുനിൽകുമാർ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ടൗൺ ഏരിയ സെക്രട്ടറി MK ബിജു എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ ഡയമണ്ട് പ്ലസ് കാലിക്കറ്റും കോംട്രസ്റ്റ് ഐ ഹോസ്പിറ്റലും സംയുക്തമായി കോഴിക്കോട് കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരിശോധനാ ക്യാമ്പ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O സദാശിവൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സേതു മാധവൻ, കോംട്രസ്റ്റ് സെക്രട്ടറി രാമചന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ KL ബാബു, സെയ്ദ് അക്ബർ, VP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതസേന അംഗങ്ങൾക്കായി ഡയമണ്ട് പ്ലസ് നൽകുന്ന മഴക്കോട്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. നേത്ര പരിശോധനയിൽ കണ്ണട ആവശ്യമായ ഹരിതസേന അംഗങ്ങൾക്ക് കണ്ണട ഡയമണ്ട് പ്ലസ് സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിച്ചതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുറഹിമാൻ. കോഴിക്കോട് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ അരങ്ങിൽ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.